സംസ്ഥാന സർക്കാരിന്റെ പ്രിയദർശിനി പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. കെ.എസ്.ആർ.ടി.സി. കണ്ണൂർ ഡിപ്പോയിൽ തിങ്കളാഴ്ച രാവിലെ 9:45 വനിതകൾ തിങ്ങിനിറഞ്ഞ കാഞ്ഞങ്ങാട് ടൗൺ ടു ടൗൺ ബസ് ആരവങ്ങൾ ഏറ്റുവാങ്ങി യാത്ര തുടങ്ങി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ടി.ഒ. മോഹനൻ എം.എൽ.എ. നിർവഹിച്ചു. പദ്ധതി സാധാരണക്കാരായ സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണെന്ന് എം.എൽ.എ. പറഞ്ഞു. ഇനി മുതൽ ബസ് യാത്രയ്ക്ക് വേണ്ടി വരുന്ന തുക സ്വരൂപിച്ച് കുടുംബത്തിന്റെ ക്ഷേമത്തിനായി ഉപയോഗിക്കാൻ സ്ത്രീകൾക്ക് കഴിയും. ഈ പദ്ധതി ജനങ്ങൾക്കുള്ള ആനുകൂല്യമല്ല, മറിച്ച് അവകാശമാണ്. സ്കൂൾ കുട്ടികൾ മുതൽ അമ്മൂമ്മമാർക്ക് വരെ പദ്ധതി പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഈ ആനുകൂല്യം അത് ആനുകൂല്യമായിട്ടല്ല സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്, നിങ്ങൾക്കുള്ള അവകാശമായിട്ടാണ്. നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പരിഗണനയാണ് ഈ ഗവൺമെന്റ്. തുടർന്ന് അങ്ങോട്ടും എല്ലാ വിധത്തിലുള്ള പിന്തുണയും നിങ്ങൾക്കുണ്ടാകണം. സർക്കാർ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ വേണം. അത് എല്ലാ കാര്യത്തിലും വേണം. സർക്കാർ അഥവാ തെറ്റുപറ്റുമ്പോൾ അത് തിരുത്താൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത് നല്ലതാണ്. അങ്ങനെ നിർദ്ദേശിക്കുന്നവരോട് പ്രതികാര മനോഭാവം സ്വീകരിക്കുന്ന സമീപനമായിരിക്കില്ല. തെറ്റുകൾ ഉണ്ടായാൽ അഭിമാനക്ഷതം ഉണ്ടാകുമെന്ന് കരുതി അത് തിരുത്താതിരിക്കുന്ന സമീപനമായിരിക്കില്ല, മറിച്ച് തിരുത്തും എന്ന് കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി പലതവണ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷൻ വികസന സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലിഷ ദീപക് അധ്യക്ഷയായി. ജില്ലയുടെ ചുമതലയുള്ള വൈദ്യുതി പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി അഡ്വ. സണ്ണി ജോസഫിന്റെ സന്ദേശം ചടങ്ങിൽ വായിച്ചു. പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ റിജിൽ മാക്കുറ്റി, ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ശ്രീജ മഠത്തിൽ, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി ഷമീമ, മുൻ മേയർ മുസ്ലിം മഠത്തിൽ, മുൻ ഡെപ്യൂട്ടി മേയർ ഷബീന, ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ പ്രതിനിധീകരിച്ച സോന, രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് റഷീദ് കവായി, മുഹമ്മദ് അലി എം.പി., CP അജീർ, KV സലീം, KSRTC ഡിപ്പോ എഞ്ചിനീയർ അനീഷ്, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ MP സന്തോഷ് എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.